തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ലേഡീസ് ഫിംഗർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്ക ഇതുകൊണ്ടൊന്നൊരു ഇത് അരിഭക്ഷണം കഴിക്കാത്ത കീറ്റോ ഡയറ്റുകാർക്ക് കഴിക്കാവുന്നതും വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതുമായ ഒരു പച്ചക്കറിയാണ്. വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ് നമ്മളിന്നുണ്ടാക്കുന്നത്. വെണ്ടക്ക കഴിക്കുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പാണല്ലോ ചിലരുടെ പ്രശ്നം. ഇത് നമുക്ക് ഒട്ടും വഴുവഴുപ്പില്ലാതെ ഉണ്ടാക്കാം. അതിന് ആദ്യമായി വെണ്ടക്ക മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി വാലാൻ വെക്കണം. വെള്ളം ഒട്ടും ഉണ്ടാവരുത്. രണ്ടറ്റവും മുറിച്ച് മാറ്റി ചെറുതാക്കി മുറിക്കുക. ഈ വെണ്ടക്ക മെഴുക്ക് പുരട്ടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം. അധികം മസാലയൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. കുറച്ച് കാന്താരിയോ പച്ചമുളകോ അരിയുക. ഇവിടെ കാന്താരി ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. 2-3 വലിയ ഉള്ളി ഇതുപോലെ കൊത്തി അരിയുക. രുചികരമായതിൽ കവിഞ്ഞ് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. ഒരു തക്കാളി ചെറുതാക്കി കുനുകുന അരിയുക. തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. വെണ്ടയ്ക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. വെണ്ടയ്ക്കയിലെ ദ്രാവക ഫൈബർ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ രോഗസാധ്യത കുറയ്ക്കുന്നു. ചൂടായ പാനിലേക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പില ഇടാം. കറിവേപ്പില വീട്ടിലുണ്ടായതാണ്. കാന്താരി നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണ്. കാന്താരി ഇട്ടു. ഇനി വലിയ ഉള്ളി ഇടാം. തക്കാളിയും ഇടാം. ഇതിൽ തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ കിട്ടോ. ഇട്ട് ഉണ്ടാക്കാം. ഈ മസാല ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. 2 ഉണക്കമുളക് പൊട്ടിച്ചതിട്ടു. ഉപ്പിട്ടു. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഒന്ന് പതുക്കെ വഴന്നാൽ മതി. ഇനി വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇട്ടും നമ്മൾ വഴറ്റുമല്ലോ. അപ്പോൾ ഉള്ളിയും തക്കാളി ഒന്നുകൂടി വഴന്നോളൂ. ഇതിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നീ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. കലോറി നല്ല കുറവാണ്. ശാരീരിക ക്ഷീണം കുറയ്ക്കാനും നല്ലതാണ്. ഇത് വെറുതെ കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാനിതിൽ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം, മറ്റു മസാലകൾ ചേർക്കാം. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നല്ലതാണ്. ഇതിങ്ങനെ അടച്ചു വെക്കാതെ വേവിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വഴറ്റുമ്പോൾ ഇതിൽ കൊഴുപ്പുണ്ടാവില്ല. കൊഴുപ്പ് വലിഞ്ഞ് ഡ്രൈ ആയി വരും. ഈ മെഴുക്ക് പുരട്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. നല്ല ആരോഗ്യ ഗുണമുണ്ട്, പോഷകമുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇടാം. നല്ലതല്ല. നല്ല പോലെ വഴറ്റുക. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ ഒന്ന് പോട്ടെ. വെള്ളം ഒന്ന് വലിഞ്ഞ ശേഷം ഒന്ന് അടച്ചേർക്കാം. ഇതൊന്നാവട്ടെ. ഇതൊന്ന് തുറന്ന് ഇളക്കാം. ഇനി അടച്ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ വെള്ളത്തൊന്ന് വലിയണം. ഇങ്ങനെ കിടന്ന് നല്ല വലിയ ഇതിപ്പോൾ റെഡി ആയിട്ടില്ലേ. ഫൈബറിൻ്റെയും ആവശ്യമായ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു ശക്തമായ ഉറവിടമാണ് വെണ്ടയ്ക്ക. ദഹനം, രക്തത്തിലെ പഞ്ചസാര, ഹൃദയാരോഗ്യം എന്നിവയ്ക്ക് ഇത് മികച്ചൊരു ഭക്ഷണമാണ്. അതിനാൽ നിങ്ങളുടെ ആഴ്ചയിലെ ഭക്ഷണ പദ്ധതിയിൽ വെണ്ടയ്ക്കയെ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണകരമാവും. ഇത് നന്നായി വഴന്നിട്ടുണ്ട്. ഇപ്പോൾ കൊഴുപ്പൊന്നും ഇല്ല. വെണ്ടയ്ക്കയിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കിഡ്നി കല്ലുള്ളവർക്ക് അധികമായി കഴിക്കാൻ പറ്റില്ല. ഇത് വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അങ്ങനെ നമ്മുടെ ഓക്ര ഫ്രൈ റെഡിയായി. ഇതിൽ അധികം മസാലകളൊന്നും ഇടാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാവും. ഇനി നമുക്കിത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളും ഇതുണ്ടാക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുക. കൂടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് ആരോഗ്യകരമായതും പോഷകപ്രദമായതും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതുമായ നല്ലൊരു പച്ചക്കറി വിഭവമാണ്.